കഴിഞ്ഞ ദിവസം നടന്ന 2023 സെപ്റ്റംബർ മന്തിൻ്റെ കറണ്ട് അഫെയർ വിജയികളാണ് ഇവർ. അപ്പം ഇവരോട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള ഇവരുടെ മാറ്റത്തിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം. അപ്പം പേര് പറഞ്ഞു. എൻ്റെ പേര് മഹേഷ്. മഹേഷ് എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. ഏത് ബാച്ചാണ് മഹേഷ്? ഏപ്രിൽ ബാച്ച്. ഓക്കെ. ഏപ്രിൽ ഇപ്പോൾ 6 മാസമായി മഹേഷ് കോച്ചിങ് തുടങ്ങിയിട്ട്. മഹേഷിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മാത്സ് അയച്ചാലും റീസണിങ് ജിക്കും എല്ലാം ഇമ്പ്രൂവ് ഉണ്ട്. സ്പീഡ് കുറേ ചേഞ്ച് ആയിരുന്നു. ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? CGL വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പം ഇനി അടുത്ത CGL എന്ന് പറയുമ്പോൾ ജൂണിലല്ലേ? അപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? പക്ഷെ നന്നായി പോകുന്നുണ്ട്. മാക്സിമം നോക്കുന്നുണ്ട്. അല്ലാതെ ഫോഴ്സ് എക്സാമുകൾ ഏതൊക്കെയാണ്? ഫോഴ്സ് എക്സാം ഇനിയിപ്പോൾ വരുന്നതെല്ലാം നോക്കുന്നുണ്ട്. ഡൽഹി പോലീസിന്റെ എക്സാം വരുന്നുണ്ട് 13th. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്വിസിനെ പറ്റി എന്താണ്? ഇവിടുത്തെ ക്വിസ് നടത്തുമ്പോൾ മഹേഷിന് എന്ത് ചേഞ്ചാണ് ഇവിടുത്തെ ക്വിസിലൂടെ ഉണ്ടാകുന്നത്? ക്വിസ് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടാണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരാഴ്ചയുടെ ഉള്ളിൽ പഠിച്ചെടുക്കാൻ തരത്തിൽ നല്ല കോമ്പറ്റീഷൻ മൈൻഡ് തന്നെയാണ്. കുറേ അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര നല്ല കോമ്പറ്റീവ് ഫീൽഡാണ്. കുറേ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം. അതാണ്. ഇനി നമുക്ക് കറണ്ട് അഫെയറിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ 2 പേരാണ് നീലിമയും ശരത്തും. അപ്പോൾ ഇവരോട് ചോദിക്കാം. ഓക്കെ, ശരത്തിൻ്റെ സ്ഥലം എവിടെയാണ്? മലപ്പുറം. ഓക്കെ. ഏത് ബാച്ചാണ്? ജൂലൈ സെക്കൻഡ് ബാച്ച്. അപ്പം ശരത്തിന് ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പം GK ആണെങ്കിലും തീരെ ഒട്ടും അറിവുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നന്നായി ഒരു അത്യാവശ്യ ലെവലിൽ GK കാര്യങ്ങളൊക്കെ അറിയാം. മാത്സ് ആണെങ്കിലും ഭയങ്കര സ്പീഡ് കൂടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ മോക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ചെയ്ത പോലെയല്ല, ഇപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റാണ്. ഈവൻ ആദ്യം നമുക്ക് 100 ക്വസ്റ്റ്യൻ്റെ എത്താൻ തന്നെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് മിനിമം വായിച്ചെങ്കിലും എത്താൻ പറ്റുന്നു. മെൻറ്ററിങ്ങിൻ്റെ സെഷൻസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ അടിപൊളിയായിട്ട് പോകും. ഓക്കെ. പിന്നെ ഇവിടെ നടത്തുന്ന ക്വിസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ക്വിസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്ന കാര്യമല്ല കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ക്വിസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീവ് മൈൻഡ് എടുത്തിട്ട് നമ്മളതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ടോപ്പിക്കൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മന്തിലെ കറണ്ട് അഫെയർ ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ അല്ലാത്ത ചേഞ്ചുകൾ ഇപ്പം റീസണിങ് ആണെങ്കിലും അതിൻ്റെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു? എല്ലാം നല്ല ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ റെയിൽവേ എക്സാമിന് വേണ്ടിയാണ് വന്നത്. ഇവിടുത്തെ ക്ലാസ്സിൽ കാരണം ഇപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം CGL ആണ്. ഓക്കെ. ഏതായിരുന്നു ശരത്തിൻ്റെ ബ്രാഞ്ച്? എന്താണ് പഠിച്ചത്? ഞാൻ ബിടെക് ഇലക്ട്രിക്കൽ. ഓക്കെ. അപ്പം അടുത്തതിന് നീലിമയോട് ചോദിക്കാം. നീലിമയ്ക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് ബാച്ചാണ് നീലിമ? ജൂലൈ സെക്കൻഡ് ബാച്ച്. അപ്പം ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ട് ഇത്രയും നാളും ഇപ്പോൾ നമ്മൾ ഡിസംബർ ആവുന്നു. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? റീസണിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എനിക്കെല്ലാം കവർ ചെയ്ത് വരാൻ പറ്റി. പിന്നെ മാത്സിൽ തന്നെ കുറച്ച് മാത്സ് ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ വന്ന സമയത്ത് വെച്ചിട്ട് എനിക്ക് നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ GK ഒരുപാട് GK കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഒട്ടും GK നോളേജ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. ഒരുപാട് പഠിക്കാൻ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ക്ലാസ്സൊക്കെയാണ്. മെൻറ്ററിങ് ഒക്കെ നമുക്ക് കൂടെ ഇരുന്ന് പറഞ്ഞു തരും. ഓക്കെ. പിന്നെ ഈ ക്വിസ് നടത്തുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്നാണ്? എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായിരിക്കും GK. അപ്പം ക്വിസ് എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം വിൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ പഠിക്കുമ്പോഴേക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മാക്സിമം എഫർട്ട് എടുത്ത് പഠിക്കും. അത് ശരിയാണ്. പിന്നെ ഇവിടുത്തെ ഓവറോൾ ക്ലാസ്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റി എങ്ങനെയാണ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? അതായത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് എങ്ങനെയാണ്? ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഒത്തിരി നന്നായിട്ട് തോന്നി. ഇത് കണ്ടിട്ടാണ് ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം അടിപൊളിയായിട്ട് തോന്നി. ഇനി അടുത്തത് നമുക്ക് ദിവ്യയോട് ചോദിക്കാം. ദിവ്യ ആക്ച്വലി തമിഴ്നാടാണ് ദിവ്യയുടെ പ്ലേസ് എന്ന് പറയുന്നത്. ദിവ്യ ഇപ്പം താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ. ഏത് ബാച്ചായിരുന്നു? ഞാൻ ഏപ്രിൽ ബാച്ച്. അപ്പം ഈ ഏപ്രിൽ മുതൽ ഇപ്പം എനിക്കൊന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് തൊട്ടുള്ളതാണ്. അപ്പം ദിവ്യയുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്? നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്. GK ഒക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ദിവ്യ കോളേജ് കഴിഞ്ഞിട്ട് ഉടനെ കോച്ചിങ്ങിന് വന്നായിരുന്നു? ഞാൻ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മാരേജ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ്? ആദ്യം കുറേ ബുദ്ധിമുട്ടായിരുന്നു. മാത്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് കുറേയൊക്കെ ചെയ്യാനായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ക്വിസ് ഒക്കെ എങ്ങനെയാണ് ദിവ്യക്ക് ഗുണം ചെയ്തിട്ടുള്ളത്? ക്വിസ് ഒക്കെ നല്ലതാണ്. നല്ല കോമ്പറ്റേറ്റീവ് ലെവലാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനും കൂടെ കുറേ ഇതൊക്കെ ഉണ്ട്. ദിവ്യ ഏതാണ് ഡിഗ്രി അല്ലെങ്കിൽ? ഞാൻ ബിസിനസ് എക്കണോമിക്സ്. അപ്പം എക്കണോമിക്സിൽ നിന്ന് CGL സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ മാത്സും അതുപോലെ റീസണിങ് അല്ലേ? അപ്പം അങ്ങോട്ട് വരുമ്പോൾ ഉള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ? എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അല്ലേ? ഇവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ്? ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ക്ലാസ്സുകൾ എങ്ങനെയാണ്? ഇപ്പം മാത്സിൻ്റെ ക്ലാസ്സുകളാണെങ്കിൽ GKയുടെ ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മെൻറ്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ്. GKയുടെ എങ്ങനത്തെയാണ്? GKയുടെ ക്ലാസ്സുകളൊക്കെ എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്? പറ്റുന്നുണ്ട്. ഓക്കെ.
പിന്നെ ഓവറോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള എന്താണ് ദിവ്യയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? അടിപൊളിയാണ്. ഇവിടുത്തെ കോച്ചിങ്ങും എല്ലാം അടിപൊളിയാണ്, നല്ലത്. ഓക്കെ, കിരൺ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന്. ഏത് ബാച്ചാണ് കിരൺ? ഏപ്രിൽ ബാച്ച്. ഏപ്രിൽ ബാച്ച്. അപ്പം കിരണിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് കോച്ചിങ് വന്നതിന് ശേഷം? ഞാൻ ആക്ച്വലി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കോച്ചിങ്ങിന് വരുന്നത്. പിന്നെ ഓൾറെഡി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം കൊണ്ട് എനിക്ക് മാത്സും കാര്യങ്ങളൊന്നും അത്ര റീസണിങ്ങും ഒത്തിരി പാടാറുന്നില്ല. പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്ത് അത്യാവശ്യം ടൈമൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ GK ആണെങ്കിൽ വളരെ ലോ ലെവലിലായിരുന്നു, അതും നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ഇവിടെ വന്നത്. പിന്നെ GK ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്? GK ക്ലാസ് സാറ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, പിന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയി. ക്വിസുകളും റിവിഷൻ ടെസ്റ്റുകളും എങ്ങനെയാണ് നമ്മുടെ? ക്വിസുകൾ മന്ത്ലി ഇപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ക്വിസുകൾ ഇടാറുണ്ട്, പിന്നെ സബ്ജക്റ്റ് വൈസ് ക്വിസുകൾ ഇടാറുണ്ട്. ഇപ്പോൾ ക്വിസുകൾ ഇടുന്ന വഴി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ മൈൻഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവുന്നുണ്ട്. പിന്നെ സാർമാരാണെങ്കിലും പ്രൈസുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ക്വിസിന്. അതും കൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ക്വിസിന് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ക്ലാസ്സുകൾ, ഓവറോൾ ക്ലാസ്സുകളും നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡികളൊക്കെ എങ്ങനെ പോകുന്നു? ഗ്രൂപ്പ് സ്റ്റഡികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി പോലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഡെയിലി ഇപ്പോൾ വീട്ടിൽ വരുന്ന പോകുന്നതിനൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അപ്പം അന്ന് ഉള്ള വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ ഒരു മാറ്റമുണ്ട് എക്സാമുകൾ എഴുതുമ്പോൾ? ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടൈം കുറച്ചുകൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ടൈമിനനുസരിച്ച് എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.